ഇന്ത്യ കഴിഞ്ഞ ദിവസം പാകിസ്ഥാനിലെ 9 ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെയാണ് ആക്രമണം നടത്തിയത്. 2 എണ്ണത്തിന് നേരെ വിമാനത്തിൽ നിന്ന് അറ്റാക്ക് ചെയ്തു എന്ന് കേട്ടു. അങ്ങനെയാണെങ്കിൽ ബാക്കി 7 എണ്ണത്തിലേക്ക് നടത്തിയ ആക്രമണം എങ്ങനെയാണ്? അത് വലിയ കൗതുകരമാണ്. നമ്മുടെ മണ്ണിൽ നിന്നാണ് നമ്മൾ 9 കേന്ദ്രങ്ങളും ആക്രമിച്ചത്. 2 എണ്ണം മാത്രം നമ്മൾ, അതായത് ഈ ഭഗവൽപൂരും ഗുൽപൂരും ഉൾപ്പെടെയുള്ള 2 സ്ഥലങ്ങൾ, അത് വളരെ ഡിസ്റ്റൻസ് ഉള്ള സ്ഥലമാണ്, ദൂരെയുള്ള സ്ഥലങ്ങൾ. ഈ 2 സ്ഥലങ്ങൾ നമ്മൾ വിമാനത്തിൽ ആക്രമിച്ചു. ബാക്കി 7 എണ്ണം നമ്മൾ ആക്രമിച്ചത് നമ്മൾ അത്ര പരിചയമില്ലാത്ത ഒരായുധമാണ്. അത് പ്രധാനമായും ഇസ്രയേലിൻ്റെ ടെക്നോളജി ഉപയോഗിച്ച്, ഇസ്രയേലിൻ്റെ എൽബിറ്റ് സെക്യൂരിറ്റി സിസ്റ്റം ആയിട്ട് അതിൻ്റെ ടെക്നോളജി ഉപയോഗിച്ച് ബാംഗ്ലൂരിലുള്ള ആൽഫ ഡിസൈൻസിൽ നിർമ്മിക്കുന്ന കാമിക്കേസ് ഡ്രോണുകളാണ് നമ്മൾ ഉപയോഗിച്ചതെന്നാണ് പറയുന്നത്. ഇപ്പോൾ കാമിക്കേസ് ഡ്രോണുകളെ കുറിച്ച് ഇന്നത്തെ പത്രങ്ങളിൽ വാർത്തയൊക്കെ ഉണ്ട്. ഞാൻ ഇന്നലെ സിവിനോട് പറഞ്ഞതാണ്, നമ്മൾ ഇന്നലെ പറയാമെന്ന് വെച്ചിട്ട് പറയാതെ വിട്ടുപോയതാണ്. ഇപ്പോൾ കാമിക്കേസ് ഡ്രോണുകൾ അങ്ങനെ അധികം കേട്ടിട്ടില്ല. ഡ്രോണാണ്, എന്താ ബോംബുമാണ്. ഇതാണ് ഇതിൻ്റെ വ്യത്യാസം. ഈ കാമിക്കേസ് എന്നുള്ള വാക്ക് ആദ്യമായി ഉപയോഗിക്കുന്നത് 2ാം ലോക മഹായുദ്ധകാലത്താണ്. 2ാം ലോക മഹായുദ്ധകാലത്ത് അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ, ജപ്പാൻ ഭാഷയിൽ അതിൻ്റെ മീനിങ് ഡിവൈൻ വിൻഡ്, വിശുദ്ധമായ കാറ്റ് എന്നാണ്. അപ്പോൾ ഇത് അന്ന് ഡ്രോണൊന്നുമല്ല, വിമാനങ്ങൾ തന്നെ ഈ കാമിക്കേസ് ആക്ഷൻ വേണ്ടി ഉപയോഗിച്ചു. കാമിക്കേസ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ നിറയെ സ്ഫോടക വസ്തുക്കൾ നിറച്ചിട്ട് ജപ്പാൻ്റെ ഒരു വിമാനം നേരെ പറന്നങ്ങ് പോയിട്ട് ഒരു മിലിറ്ററി ഇൻസ്റ്റലേഷൻസിലേക്ക് ഇടിച്ചു കയറും. നമ്മൾ ഈ വേൾഡ് ട്രേഡ് സെൻറ്റർ വിമാനം വെച്ച് തകർത്തില്ല എന്ന് പറയുന്ന പോലെ സൂയിസൈഡ്, ആത്മഹത്യ ചെയ്യാൻ സൂയിസൈഡ് വിമാനങ്ങളാണ്. അതായത് ജപ്പാൻകാർ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഭയങ്കര കേമന്മാരാണ്. ഈ ഹരാഗിരി എന്നോ മറ്റോ പറഞ്ഞിട്ട് വയറ് കയറി, സ്വന്തം വയറ് കയറി ഇവർ ആത്മഹത്യ ചെയ്യും എന്ന് ചെയ്യുന്നത് പോലെ ഇത് ആയുധം നിറയ്ക്കുക. അവർക്ക് യുദ്ധം ജയിക്കണം. ഭയങ്കര വലിയ ദേശാഭിമാനികളാണ് ജപ്പാൻകാർ, വലിയ നാഷണലിസ്റ്റുകളാണ്. അവരെന്ത് ചെയ്യും, ഇവർ നേരത്തെ വിമാനത്തിൽ നിറയെ ആയുധം നിറച്ചിട്ട് പ്രധാനപ്പെട്ട ശത്രുക്കളുടെ പാളയങ്ങളിൽ, നഗരങ്ങളിലൊക്കെ ഈ വിമാനം ഇടിച്ചിറക്കും. പൈലറ്റും വിമാനവും തകർന്നു, പക്ഷേ ഭീകരമായ സ്ഫോടനം ഉണ്ടാവും. അതിനാണ് ഈ ഡിവൈൻ വിൻഡ്, വിശുദ്ധമായ കാറ്റ്, മരണത്തിൻ്റെ കാറ്റാണ്. അതിനാണ് ഈ കാമിക്കേസ് എന്നാണ് ജപ്പാൻ വാക്കുണ്ടാക്കിയത്. പിന്നീട് ഇപ്പോൾ ലോകത്തെ എല്ലാ രാജ്യങ്ങളും ഈ മരണത്തിൻ്റെ കാറ്റ് വിതയ്ക്കുന്ന കാമിക്കേസ് വിമാനമൊന്നുമില്ല, ചെറിയ മിനിയേച്ചർ ഉണ്ടാക്കി ഡ്രോണുകളാണ്. ഈ ഡ്രോണുകൾ എന്ന് പറഞ്ഞാൽ ഇത് ഡ്രോണാണ്, പറന്നു ചെല്ലും, എന്താ ബോംബുമാണ്. ഇവൻ ലക്ഷ്യത്തിലേക്ക് ചെല്ലും, ആ ലക്ഷ്യത്തിൽ അവിടെ നിൽക്കും, ആ ലക്ഷ്യം കണ്ടുപിടിക്കും, എന്നിട്ട് അവിടെ പൊട്ടിത്തെറിക്കും. ലോകത്തെ മിക്കവാറും രാജ്യങ്ങൾക്കൊക്കെ ഉണ്ട്. ഇപ്പോൾ അഡ്വാൻസ്ഡ് ഏരിയൽ വെഹിക്കിൾസ് ആണത്, UAV, ആളില്ലാത്ത പറക്കുന്ന ചെറിയ വിമാനം എന്ന് പറയാം. ഡ്രോൺ എന്ന് പറഞ്ഞാൽ ഈ ഫോട്ടോഗ്രാഫർമാരുടെ ഡ്രോൺ അല്ലല്ലോ, ചെറിയ വിമാനമാണ്. അത് പറക്കും. ഇതിനകത്ത് വലിയ തോതിൽ സ്ഫോടക വസ്തുണ്ട്. അപ്പോൾ ഇതിന് പറയുന്നത് ചിലപ്പോൾ ഒരു കാമിക്കേസ് ഡ്രോണിന് $500 വില വരത്തുള്ളൂ. പക്ഷേ $10 മില്യൺ വിലയുള്ള ഒരു ടാങ്ക് തകർക്കാൻ $500 ഒരു കാമിക്കേസ് മതി. ഇവൻ നേരെ പറഞ്ഞു എന്നിട്ട് ഇവൻ ഇവിടെ ഇടിച്ച്. ഇപ്പം ഏറ്റവും ഈ ഫേസ് റിക്കഗ്നൈസേഷനുള്ള കാമിക്കേസ് ഡ്രോണുകൾ വരെയുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ലോകത്തെ പല രാജ്യങ്ങളും, ഇപ്പം ഈ റഷ്യ ഉക്രൈനിൽ വലിയ തോതിൽ ഷാഗദ് എന്ന് പറയുന്ന കാമിക്കേസ് ഡ്രോണുകൾ ഉപയോഗിക്കുന്നത് ഇറാൻ നിർമ്മിതമാണ്. ഇറാനും റഷ്യയുമായിട്ടുള്ള ബന്ധം വെച്ച് ഷാഗദ് 136 എന്ന് പറഞ്ഞ കാമിക്കേസ് ഡ്രോണുകൾ റഷ്യ വ്യാപകമായി ഉക്രൈനിൽ ഉപയോഗിച്ച് ഉക്രൈന് വലിയ നാശനഷ്ടങ്ങൾ വരുന്നുണ്ട്. ജിറാൻ 2 എന്ന് പറയുന്ന ഒരുപാട് പ്രശസ്തമായ ഒരു കാമിക്കേസ് ഡ്രോണുണ്ട്. സാല ലാൻഡ്സെറ്റ് എന്ന് പറയുന്ന റഷ്യയുടെ സ്വന്തം സാധനമുണ്ട്. AI ഹറോപ്പ് എന്ന് പറയുന്നത് ഇസ്രയേലി ഡ്രോണാണ്. AI ഹറോപ്പാണ് നമ്മൾ ഇന്ത്യയും ഇസ്രയേലും കൂടെ സഹകരിച്ച് എൽബിറ്റ് കമ്പനിയുമായിട്ട് കൊളാബറേഷനിൽ ബാംഗ്ലൂർ ഉൽപ്പാദിപ്പിക്കുന്നത്. ബാംഗ്ലൂർ ഉണ്ടാക്കുന്ന ഈ ഡ്രോണുകൾ ഇന്ത്യൻ ആർമി, ഇസ്രായേൽ സാധനമാണ്, നമ്മൾ ഇന്ത്യയിൽ ഉണ്ടാക്കുന്നു. ഇന്ത്യയിൽ ആൽഫ ഡിസൈൻ ഉണ്ടാക്കുന്നു. ടെക്നോളജി ഇസ്രായേലിൻ്റെ എൽബിറ്റിൻ്റെ ടെക്നോളജി വെച്ച് നമ്മൾ ഉണ്ടാക്കുന്ന ഇന്ത്യൻ ആർമി വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ ഈ പറഞ്ഞതുപോലെ പാകിസ്ഥാൻ്റെ അതിർത്തി കടന്ന് 7 സ്ഥലങ്ങളിലേക്ക് പറന്ന് എന്ന് വീണത് ജൂതൻ്റെ ആയുധമാണ്. നമ്മളിത് ഉപയോഗിക്കുമ്പോൾ, ഈ യുദ്ധം നോക്കുമ്പോൾ പ്രധാനപ്പെട്ട കാര്യം, ഈ തീവ്രവാദികൾക്ക് മരിക്കാൻ ഒരു പാടുമില്ല. അവർ മരിക്കാൻ സന്തോഷമാണ് അവർക്ക്. അവർ ആ സന്തോഷത്തോടെ മരിക്കാൻ തയ്യാറാവും. മരണഭയം ഇല്ലാത്തത് കൊണ്ട് എന്തു ചെയ്യാനും അവർക്ക് മടിയില്ല. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിലൊക്കെ ആളുകളെ ഒരു ചുറ്റിക വെച്ചൊക്കെ അടിച്ച് തല പൊട്ടിച്ചു കൊല്ലുന്നത്. അത്ര ക്രൂരമായി കൂടം കൊണ്ടടിച്ചാണ് നമ്മുടെ രഞ്ജിത്ത് ശ്രീനിവാസനെയൊക്കെ കൊന്നത്. അപ്പോൾ അതൊന്നും ഭയമില്ല, ഞങ്ങൾക്ക് മരണത്തെ ഭയമില്ല. അവർ തന്നെ പറയുന്നുണ്ട്, മരണഭയമില്ലാത്തവരാണ് അയാൾ. പിന്നെന്തിനാ അവർക്ക് ഭയം? അവർക്ക് ആകെയുള്ള ഭയം സ്വർഗം കിട്ടാതെ പോകുന്നതിനെ കുറിച്ചാണ്.
ഷഹീദായി കഴിഞ്ഞാൽ സ്വർഗം കിട്ടും. അപ്പം നമ്മൾ നോക്കൂ, ഇന്നലെ നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ എന്നുള്ള ഈ പേരിട്ടത് മോദിയാണ്. ഇന്നത്തെ മാധ്യമങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ തന്നെ നമുക്കറിയാം, നമ്മൾ ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ട്, മോദി നിർദ്ദേശിച്ച പേരാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്നുള്ളത്. സിന്ദൂർ നമ്മുടെ നാട്ടിലെ സ്ത്രീകളുടെ സീമന്തരേഖയിലെ സിന്ദൂരം മായ്ച്ചു കളഞ്ഞതിന് പ്രതികാരം എന്ന നിലയിൽ നമ്മൾ നടത്തിയ പ്രത്യാക്രമണത്തിന് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പേരിട്ടെങ്കിലും നോക്കൂ, അത് മുന്നിൽ നിന്ന് അയച്ചത് സോഫിയ ഖുറേഷി ഉൾപ്പെടെയുള്ള വ്യോമിക സിംഗും സോഫിയ ഖുറേഷിയുമാണ്. 2 സ്ത്രീകളാണ് നയിച്ചത്. ലോകത്തെ എല്ലാ തീവ്രവാദികൾക്കും സ്ത്രീകളെ പേടിയാണ്. കാരണം സ്ത്രീകളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സ്വർഗം കിട്ടത്തില്ല. അങ്ങനെ പ്രശ്നമുണ്ട്, അങ്ങനെ കാര്യമുണ്ട്. അപ്പോൾ ഒരു സൈക്കോളജിക്കൽ മൂവ്മെൻ്റ് ആണ്. എന്തുകൊണ്ട് ഈ ഭീകരന്മാരെ ആക്രമിക്കാനുള്ള ആക്രമണത്തിൻ്റെ ചുക്കാൻ പിടിക്കാൻ വനിതകളെ ഏൽപ്പിച്ചെന്ന് പറഞ്ഞാൽ ഇവൻ്റെ മതപരമായുള്ള വിശ്വാസം കൂടി തകർക്കാൻ വേണ്ടിയിട്ടാണ്. നശിപ്പിക്കുകയാണ്. ഇനി ചത്തിട്ടൊരു കാര്യമില്ല എൻ്റെ പൊന്ന് തമ്പുരാനെ, സ്വർഗം കിട്ടത്തില്ലല്ലോ. 72 ഹൂറി, മദ്യപ്പുഴ എല്ലാം പോയി. ഈ ഇരുമ്പിൻ്റെ അണ്ടർവെയർ ധരിച്ച് നടക്കുന്നത് അവിടെ ചെല്ലുമ്പോൾ ആവശ്യമുണ്ടല്ലോ എന്ന് കരുതിയിട്ട്. ഇത് തമാശയല്ല. ഇത് പണ്ടൊക്കെ ആദ്യം തമാശ, ഇപ്പോൾ ആളുകൾക്കെല്ലാം ബോധ്യപ്പെട്ടു ഇതാണ് ഇവരുടെ വിശ്വാസം. പക്ഷേ അതുകൊണ്ട് നമ്മൾ സ്ത്രീകളെ മുൻനിർത്തി ആക്രമണം നടത്തി കൂടി ഈ മരിച്ചു പോയവൻ്റെയൊക്കെ സ്വർഗം തീർന്നു. അപ്പോൾ ഏതായാലും നമ്മൾ ഇത് ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു ഗുണം എന്ന് വെച്ചാൽ റഡാർ കിട്ടത്തില്ല, റഡാർ പിടിക്കത്തില്ല. ഇവനിപ്പോൾ ഈ പറഞ്ഞ പോലെ സെറ്റ് ചെയ്ത് വിട്ടാൽ, ഇപ്പം നമ്മളിരിക്കുകയാണ്, ഇവിടെ വന്ന് എന്നെ ഷൂട്ട് ചെയ്യണമെന്നും പറഞ്ഞ് വിട്ടാൽ ഇവൻ നേരെ വന്ന് നമ്മൾ രണ്ടും ഇരിക്കുന്നത് എന്നെ മാത്രം ഫയർ ചെയ്തിട്ട് പോകും. നമ്മൾ മുമ്പൊരു വീഡിയോ കാണിച്ചിട്ടുണ്ട്, ചെറിയ ഇതിൻ്റെ ഏറ്റവും ചെറിയ ഒരു സാധനം. മുമ്പൊരു സംഭാഷണത്തിൽ നമ്മൾ അതിൻ്റെ വീഡിയോ കാണിച്ചിരുന്നു. ഈ കാമിക്കസെ ഡ്രോണിൻ്റെ ഏറ്റവും മിനിയേച്ചർ പതിപ്പ് വന്നിട്ട് ലക്ഷ്യം മാത്രം വന്ന് തട്ടിയിട്ട് പോകുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ചുകൂടി ഇതിപ്പോൾ ഇന്നലെ ഉപയോഗിച്ചത് 23 കിലോഗ്രാം വരെ സ്ഫോടക വസ്തു വഹിക്കാവുന്ന കുറച്ച് വലിയ ഡ്രോണുകളാണ് പോയതെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ടെക്നോളജി, ആ ടെക്നോളജി ഞാൻ പറഞ്ഞ 2 വനിതകൾ നയിക്കുന്ന യുദ്ധം എന്ന് പറയാൻ കാരണം ഇത് മാത്രമല്ല, ഇത് ജൂതൻ്റെ കൈ കൊണ്ടാണ് കൊല്ലപ്പെടുന്നത്, ജൂതൻ്റെ ആയുധമാണ്. അപ്പോൾ എല്ലാം കൊണ്ടും ഇവരുടെ തീവ്രവാദികളുടെ ഈ വിശ്വാസത്തിന്റെ കടക്കൽ കത്തിവെക്കുന്ന കാര്യമാണ്. കാഫിറാണ് ആക്രമിച്ചത് ഇന്ത്യൻ രാജ്യം, ഇന്ത്യ കാഫിറുകളുടെ രാജ്യമാണല്ലോ. ഉപയോഗിച്ച ആയുധം എന്ന് പറയുന്നത് മിക്കവാറും എല്ലാം ഇസ്രയേലിന്റെ സാധനമാണ്, ജൂതന്റെ സാധനമാണ്. പിന്നെ പെണ്ണുങ്ങളാണ് നയിച്ചത്. എങ്ങനെ സഹിക്കും എൻ്റെ പടച്ചതമ്പുരാനെ എന്ന് പറയുന്ന പോലെയാണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ 23 കിലോഗ്രാം സ്ഫോടക വസ്തുക്കൾ വഹിക്കാൻ ശേഷിയുള്ള കാമിക്കാസെ ഡ്രോൺസ്, അത് IAI ഹറോപ്പാണ് ഇസ്രയേൽ ടെക്നോളജി വഴി നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ആ പേര് തന്നെയല്ല, നമ്മൾ ഇട്ടിരിക്കുന്ന പേര് ഇസ്രയേലിൻ്റെ സാധനമാണെങ്കിലും ടെക്നോളജി വഴി നമ്മൾ ഉണ്ടാക്കുന്നതിന് സ്കൈ സ്ട്രൈക്കേഴ്സ് എന്നാണ് നമ്മൾ പേരിട്ടിരിക്കുന്നത്. അതിനും ഏതാണ്ട് $500 വില വരുള്ളൂ. ഈ $500 ഒക്കെ ആണ് ഏറ്റവും ചെറുതിൻ്റെ ഡിസ്റ്റൻസ്. 100 കിലോമീറ്ററും 300 കിലോമീറ്ററും വരെ പറക്കാൻ ശേഷിയുള്ള ഇത് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു. ഇതൊക്കെ സൈനിക രഹസ്യമാണ്. സാധാരണ 50 കിലോമീറ്ററൊക്കെയാണ് പറയുന്നത്. പക്ഷേ 400 കിലോമീറ്റർ വരെയൊക്കെ പറക്കാൻ ശേഷിയുള്ള ഈ കാമിക്കേസ് ഡ്രോണുകൾ പല രാജ്യങ്ങളുടെ കയ്യിലുണ്ട്. അപ്പോൾ ലോകത്തെ എല്ലാ രാജ്യങ്ങളുടെ കയ്യിലും, റഷ്യയുടെ കയ്യിലുണ്ട്, ചൈനയുടെ കയ്യിലുണ്ട്, ഇസ്രായേലിൻ്റെ കയ്യിലുണ്ട്, ഇറാഖിൻ്റെ കയ്യിലുണ്ട്, ടർക്കിയുടെ കയ്യിലുണ്ട്, ഇന്ത്യയുടെ കയ്യിലുണ്ട്. അപ്പോൾ ഇന്ത്യ വളരെ വിദഗ്ധമായി നമ്മുടെ പക്കലുള്ള ഇതുവരെ നമ്മൾ പരീക്ഷിക്കാത്തുള്ള ആയുധങ്ങൾ കൂടെ ഈ യുദ്ധത്തിൽ പരീക്ഷിച്ചിട്ടുണ്ട്. കാമിക്കേസ് ഡ്രോൺസ് എന്നുള്ള വാക്ക് ഇപ്പോൾ പുതിയൊരു തരംഗമായി മാറുകയാണ്. കാരണം കാഷ്വാലിറ്റി ഇല്ല, നമുക്ക് വളരെ ചുരുങ്ങിയ ചിലവേ ഉള്ളൂ. ഇതിന് പോയപ്പോൾ $500 എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഒരെണ്ണത്തിന് ഇൻറ്റു 100 വെച്ച് കൂട്ടിയാൽ പോലും വളരെ കുറഞ്ഞ 50,000 രൂപയുടെ മുടക്കേ ഉള്ളൂ. ഇവൻ പറഞ്ഞു ചെല്ലുന്നു. അപ്പോഴും പിന്നെ ഇത് റഡാറിൽ പിടിക്കത്തില്ല. അപ്പം വലിയ തോതിൽ ഹിറ്റ് ചെയ്യാൻ പറ്റുന്ന ഈ കാമിക്കേസ് ഡ്രോണുകൾ പരീക്ഷിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് നമ്മുടെ ഒരു മെച്ചമാണ്. അപ്പോൾ ഏതായാലും ഈ സുഡാപ്പികൾക്കൊക്കെ വലിയ വിഷമം ഉണ്ടാകുന്ന കാര്യമാണ്. ആക്രമിക്കാൻ ഉപയോഗിച്ച സാധനം ഇസ്രയേലിൻ്റെയാണ്. അപ്പോൾ നമ്മൾ സ്കാൽപ്പ് മിസൈലുകൾ, ഹമ്മർ ബോംബുകൾ, കാമിക്കേസ് ഡ്രോണുകൾ, ഇത് 3ഉമായിരുന്നു നമ്മൾ ഇന്നലെ ഉപയോഗിച്ച ആയുധങ്ങൾ എന്ന് പറയുന്നു. പക്ഷേ ചില കേന്ദ്രങ്ങൾ പറയുന്നുണ്ട് നമ്മൾ സുഖോയ് വിമാനത്തിൽ നിന്നുള്ള ബ്രഹ്മോസ് മിസൈൽ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ള സംശയം ചില ഡിഫൻസ് സൈറ്റുകളിൽ പറയുന്നുണ്ട്. അതേക്കുറിച്ച് വിശദമായൊരു വീഡിയോ നമുക്ക് ചെയ്യാം. അതിൻ്റെ എന്തുകൊണ്ട് ബ്രഹ്മോസ് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്, സ്കാൽപ്പ് മാത്രമല്ല ബ്രഹ്മോസ് നമ്മൾ പരീക്ഷിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു അസംഷനിലെത്താനുള്ള കാരണം എന്താണെന്ന് പറയുന്നൊരു വീഡിയോ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം. ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ആക്രമണം നടത്തിയപ്പോൾ ഇത് എന്താണ്, ഏതാണ്, എങ്ങനെ പ്രതിരോധിക്കും ഒന്നും അറിയാൻ വയ്യാത്ത ഒരു അങ്കലാപ്പിലേക്ക് പാകിസ്ഥാൻ എത്തിച്ചേർന്നു അല്ലേ? ഇപ്പം ലോകരാജ്യങ്ങൾ തന്നെ ചർച്ച ചെയ്തില്ലേ, നമ്മൾ ഇത്തരം ആയുധങ്ങൾ എന്തുകൊണ്ട് ഉപയോഗിച്ചു, ഇസ്രായേലിൻ്റെ സഹകരണത്തോടെ നിർമ്മിക്കുന്ന ആയുധങ്ങൾ എങ്ങനെ ഫലപ്രദമായിട്ട് ഉപയോഗിച്ചു, ഇതൊക്കെ ചർച്ചയിലേക്ക് പോവില്ലേ? അല്ല, നമ്മളല്ലേ ഒരു ലിമിറ്റഡ് റിട്ടാലിയേഷനാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. നമ്മളോട് ചെയ്ത
ക്രൂരതയ്ക്ക് നമ്മൾ തിരിച്ചടി കൊടുക്കുന്നു. നമ്മൾ കൃത്യമായിട്ടും ഇപ്പം ഇവർ പറയുന്ന ഭഗവൽപൂരിൽ മാത്രമാണ് കുറച്ചെങ്കിലും ജനസാന്ദ്രത കൂടിയ സ്ഥലമുള്ളത്. പക്ഷേ അവിടെ നമുക്ക് ഹിറ്റ് ചെയ്തേ പറ്റുള്ളായിരുന്നു. കാരണം അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന മസൂദ് ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ ഉള്ളതുകൊണ്ട് അവിടെ നമ്മുടെ ടാർഗറ്റിൽ നിന്ന് മാറ്റാൻ നമുക്ക് കഴിയില്ലായിരുന്നു. ബാക്കി ഏതാണ്ട് നമ്മൾ അറ്റാക്ക് ചെയ്ത സ്ഥലങ്ങൾ ഇപ്പോൾ 21 പോയിന്റുകൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിരുന്നു. അതിൽ 9 എണ്ണമേ നമ്മൾ ആക്രമിച്ചുള്ളൂ. ബാക്കി എന്തുകൊണ്ട് 21 എണ്ണം നമുക്ക് ഇൻ്റൽസ് കിട്ടിയിട്ടും രഹസ്യാന്വേഷണ വിവരങ്ങൾ കിട്ടി. നമ്മൾ ഈ 14 ദിവസം എടുത്ത് നമ്മളിത് ഗാദർ ചെയ്യുമായിരുന്നു. രഹസ്യാന്വേഷണ വിവരങ്ങളൊക്കെ ഗാദർ ചെയ്തിട്ടും എന്തുകൊണ്ട് 21 കിട്ടിയിട്ട് 21 എടുത്ത് ഭീകരന്മാരുണ്ടായിട്ട് എന്തിനാണ് 9 എണ്ണം മാത്രം ചെയ്ത് ബാക്കിയുള്ളവർ ചെയ്യേണ്ടായിരുന്നു, അവന്മാരെ കൊണ്ട് കയറി വരത്തില്ലേ എന്നൊക്കെ ചോദിക്കാം. പക്ഷെ ശരിയാണ്, ആ ചോദ്യത്തിന് പ്രസക്തിയുണ്ട്. തട്ടുമ്പോൾ എല്ലാം കൂടെ തട്ടണം. പക്ഷേ ഈ ബാക്കിയുള്ള 9 കഴിഞ്ഞിട്ടുള്ള ബാക്കി 15 കേന്ദ്രങ്ങളും 15 ഇല്ലല്ലോ 12 കേന്ദ്രങ്ങളും 12 കേന്ദ്രങ്ങളും ഹൈലി പോപ്പുലേറ്റഡ് ഏരിയയിലാണ്. കാഷ്വാലിറ്റീസ് ഉണ്ട്. ഇപ്പൊ തന്നെ നമ്മുടെ നാട്ടിലുള്ള ഒരു സിനിമാ നടി ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നു. ആ സിനിമാ നടി ഇട്ടിരിക്കുന്ന പോസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരു കുട്ടിക്ക് പരിക്കേറ്റു, ഈ കുഞ്ഞുങ്ങളെയാണ് ആക്രമിച്ചിരിക്കുന്നത് ഇന്ത്യ എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ വന്നു കഴിഞ്ഞു. നോർത്ത് ഇന്ത്യൻ നടി മലയാളത്തിലിട്ട ചില സിനിമകളിൽ മാത്രം പോസ്റ്റ് ഇട്ട ഒരു നടിയും ഒരു പോസ്റ്റ് ഇട്ടത് പിൻവലിച്ചു, പിന്നെ വീണ്ടും പോസ്റ്റ് ഇട്ടു എന്നൊക്കെ പറയുന്നത് അവരുടെ പേര്. കാരണം അവരാരും സിനിമയും കേട്ടിട്ടില്ല, ഞാനും കേട്ടിട്ടില്ല, പ്രേക്ഷകരും കേട്ടിട്ടില്ല. ആ പേര് പറഞ്ഞ് അങ്ങനെ ഒരു നടി ഉണ്ടെന്ന് ആരും അറിയുകയും വേണ്ട, അതുകൊണ്ട് പറയുന്നില്ല. പക്ഷെ ഒരു കാഷ്വാലിറ്റി ഉണ്ടായ സ്ത്രീകൾ, കുട്ടികൾ, ഗർഭിണികൾ എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും ഒരു പ്രചാരണം. ഇപ്പം തന്നെ കഴിഞ്ഞ 2 ദിവസം കൊണ്ട് തന്നെ ഈ ഇന്ത്യയുടെ കാര്യമൊക്കെ പറഞ്ഞിട്ട് ഇതൊന്നും വലിയ കാര്യമില്ല, ഇന്ദിരാഗാന്ധിയാണ് വലിയ കാര്യം ചെയ്തത്, ഇത് അവിടെ പോയിട്ട് എന്തുണ്ടായി, പിന്നെ തെളിവൊന്നും ചോദിച്ചില്ല. വലിയൊരു തമാശ നടക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ വീഡിയോസൊക്കെ വന്നിട്ട് ആളുകളെല്ലാം ഇത് പോസ്റ്റ് ചെയ്യുമ്പോൾ എന്തറിയോ രാഹുൽ ഗാന്ധിയെ ടാഗ് ചെയ്യുന്നുണ്ട്. കാരണം പുള്ളി തെളിവ് ചോദിക്കുമല്ലോ, അതുകൊണ്ട് തെളിവ് നേരിട്ട് ഞങ്ങൾ കൊടുത്തേക്കാന്നും പറഞ്ഞ് ചോദിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് രാഹുൽ ഗാന്ധിയെ ടാഗ് ചെയ്തിട്ടാണ് സോഷ്യൽ മീഡിയ മുഴുവൻ ഈ പോസ്റ്റുകൾ വരുന്നത്. അത് രാഹുൽ ഗാന്ധി ഇതുവരെ വേണ്ടിയിട്ടൊന്നുമില്ല. ഏതായാലും ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇന്ത്യ ഇതൊരു പുതിയ ആയുധങ്ങളുടെ ഒരു പ്രയോഗ പരിശീലനം അല്ലെങ്കിൽ പ്രയോഗക്ഷമത കൂടി ഉറപ്പാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീക്കുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. ഏതായാലും എല്ലാം കൃത്യമായിരുന്നു, എല്ലാം പ്രിസൈസ് ആയിട്ടുള്ള അറ്റാക്കായിരുന്നു, ഒന്നും പാടായിപ്പോയില്ല. നമ്മൾ വിചാരിച്ച പോലെ തന്നെ അനാവശ്യമായ കാഷ്വാലിറ്റീസും ഉണ്ടായിട്ടില്ല. പിന്നെ പണ്ട് കോൺഗ്രസ്സുകാർ പറഞ്ഞ പോലെ ഒരു വൻമരം വീഴുമ്പോൾ ചെറിയ ചെടികളൊക്കെ ഇടയിൽ പോവും. ഒരാക്രമണം നടക്കുമ്പോൾ തീവ്രവാദിയെ മാത്രം തെരഞ്ഞെടുത്ത് കൊല്ലുന്ന വെടിയുണ്ടൊന്നുമില്ല, ബോംബുമില്ല. അപ്പോൾ ഏതായാലും ഈ കാമിക്കേസ് ഡ്രോണുകൾ എന്ന് പറയുന്നത് ഇപ്പോൾ യുദ്ധരംഗത്ത് വീണ്ടും ചർച്ചയാവുകയാണ്. എല്ലാം പിഴവില്ലാതെ എല്ലാം ലക്ഷ്യം വെച്ചിട്ട് നമുക്ക് ചില വീഡിയോകൾ കാണുമ്പോൾ കാണാം കാമിക്കേസ് ഡ്രോണുകൾ കൃത്യമായി ചെന്നിട്ട് ആ ടാർഗറ്റിൽ പോയി പൊട്ടിത്തെറിക്കുന്നത് നമ്മുടെ സൈന്യം പുറത്തുവിട്ട വീഡിയോസിലുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.